അമർനാഥ് യാത്രന്റെ സമയത്ത് കശ്മീർ പ്ലാൻ ചെയ്യരുത് എന്ന് ആൾക്കാർ പറയാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ എന്താണ് ശരിക്കും അമർനാഥ് യാത്ര? അമർനാഥ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു പിൽഗ്രിമേജ് ആണ്. അമർനാഥ് കേവിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ശിവലിംഗം ഉണ്ട്. ഇത് ജൂലൈ ഓഗസ്റ്റ് ശ്രാവണ മാസം എന്നാണ് ആ സമയത്തിന് പറയാ. ആ സമയത്ത് ഇത് കാണാൻ വേണ്ടി വരുന്ന ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു പിൽഗ്രിമേജ് ആണ് അമർനാഥ് യാത്ര. അപ്പൊ ആ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ലേ? തിരക്കുണ്ടാവും, പക്ഷെ നമ്മൾ അതിന്റെ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അമർനാഥ് കേവ് വരുന്നത് ഒന്ന് പഹൽഗാമിലൂടെയും, പഹൽഗാമില് നമ്മള് ചന്ദൻവാരി വഴിയും, രണ്ടാമത്തത് സോൻമാർഗിന്റെ തൊട്ടടുത്തുള്ള ബാൽത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതുവഴിയുമാണ് നമ്മൾ അമർനാഥ് യാത്രക്ക് വേണ്ടി പോവുക. അപ്പൊ നമ്മള് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഐറ്റിനറി പ്ലാൻ ചെയ്യാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ നമ്മൾ ആ ടൈമില് യൂസ്മർഗും ദൂത്പത്രിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്? എക്സാക്ട്ലി. ആ സമയത്ത് നമ്മൾ ഈ രീതിയിൽ ഐറ്റിനറീസിനെ മാറ്റേണ്ടി വരും. നമുക്ക് ഒന്നെങ്കിൽ പഹൽഗാമിൽ സ്റ്റേ ആഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഹൽഗാമും സോൻമാർഗും സ്കിപ്പ് ചെയ്തിട്ട് രാഹുൽ പറഞ്ഞ പോലെ ദൂത്പത്രി, യൂസ്മർഗ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഐറ്റിനറി പ്ലാൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, സമ്മറിൽ ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെയും ഡെസ്റ്റിനേഷൻസ് ശരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഗുറേസ് വാലി ഒക്കെ പോലത്തെ വീണ്ടും എക്സാക്ട്ലി, അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഗുറേസ് വാലി. എന്താ നമ്മളെ പരിപാടി? അഞ്ചാൻ കശ്മീർ. അഞ്ചാൻ കശ്മീർ, അതായത് അൺനോൺ കശ്മീർ. അതെ, എക്സാക്ട്ലി കറക്റ്റ്. നോക്കിയോ